2024 ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന്റെ വിക്ടറി ഡേയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ ആശീർവദിക്കുന്നതിനും അനുമോദിക്കുന്നതിനുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാഡം എത്തിയിട്ടുണ്ട്. മാഡത്തിനെ ഉദ്ഘാടന പ്രസംഗത്തിനും അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി ഞങ്ങൾ ഏറ്റവും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ ആർ ബിന്ദു 15ാം കേരള നിയമസഭയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ ഇംഗ്ലീഷ് വകുപ്പ് മേധാവി, തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആദ്യത്തെ വനിതാ മേയർ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പൊതുപ്രവർത്തനം കൂടാതെ നൃത്തം, കഥകളി, കവിത, സാഹിത്യം എന്നീ മേഖലകളിലും പ്രശസ്തയായ പ്രിയപ്പെട്ട മന്ത്രിക്ക് ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിഖ്യാതമായ എൻട്രൻസ് പരിശീലന കേന്ദ്രം എന്ന് ഇതിനകം ഖ്യാതി നേടിയെടുത്തിട്ടുള്ള ബ്രില്യൻ എഡ്യൂക്കേഷൻ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ മെഗാ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കൊച്ചുമിടുക്കികൾക്കും മിടുക്കന്മാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. 40 വർഷക്കാലത്തെ ശ്ലാഘനീയമായ പാരമ്പര്യമാണ് ബ്രില്യൻറ്റിനുള്ളത്. 1984 ആരംഭിച്ച് ഇപ്പോൾ 2024 എത്തി നിൽക്കുമ്പോഴേക്കും 1 ലക്ഷം ഡോക്ടർമാരെയും 1.5 ലക്ഷം എഞ്ചിനീയർമാരെയും ഉൽപ്പാദിപ്പിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നത് വളരെയധികം അഭിനന്ദനീയമായ ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇതിന് സഹായകരമായ രീതിയിൽ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരായി പ്രവർത്തിച്ച ബഹുമാന്യരായ സ്റ്റീഫൻ ജോസഫ്, സെബാസ്റ്റ്യൻ ജി മാത്യു, സന്തോഷ് കുമാർ ബി, ജോർജ് തോമസ് എന്നിവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്നവരാണ് തീർച്ചയായും പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ സമൂഹത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത് എന്നുള്ളത് നമുക്കേവർക്കും ഏറ്റവും ആദരവോടുകൂടി തന്നെ ഓർക്കേണ്ടുന്നതായ കാര്യമാണ്. ദൈവത്തെപ്പോലെ ഡോക്ടർമാരെ കരുതേണ്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് അനുദിനം തിരിച്ചറിയുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ. ജീവൻ കൊടുക്കാനും ജീവൻ നിലനിർത്താനും ഏറ്റവും അധികം അവസരം ലഭിക്കുന്ന സാമൂഹ്യ സേവനത്തിന് ഏറ്റവും വലിയ സാധ്യതകളുള്ള ആ സേവന മേഖലയിലേക്ക് 1 ലക്ഷം വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കി തയ്യാറെടുത്തു എന്നുള്ളത് തീർച്ചയായും മഹിതമായിട്ടുള്ള ഒരു ദൗത്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ നാടിൻ്റെ നിർമ്മാണ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനാത്മകമായ ഫലങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വിവര വിസ്ഫോടനത്തിൻ്റെ യുഗത്തിൽ എഞ്ചിനീയർമാരുടെ സാമൂഹ്യ ദൗത്യങ്ങളും വളരെയേറെ ശ്രദ്ധേയമായ നിലയിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. എഞ്ചിനീയർമാരായി 1.5 ലക്ഷം പേരെ ഇതിനകം സ്ഥാപനത്തിന് ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അഭിനന്ദനീയമായ കാര്യം തന്നെയാണ്. പൊതുവിൽ പ്രതിഭാശാലികളായ കുട്ടികളാണ് ഇന്ന് കേരളത്തിൽ ഈ 2 വഴികളും തിരഞ്ഞെടുക്കുന്നത്. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രവേശന പരീക്ഷകളിൽ ഏറ്റവും മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവരായിട്ട് കേരളത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ പരിശീലനത്തിലൂടെ മാറാൻ കഴിയുന്നു എന്നുള്ളത് കേരളക്കരയ്ക്കാകെ അഭിമാനകരമായ കാര്യമാണ്. ഇത്തവണത്തെ
നീറ്റ് പരീക്ഷയിൽ രാജ്യത്ത് 1-ാം റാങ്ക് കരസ്ഥമാക്കാൻ കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള ഒരു കുട്ടിക്ക് സാധിച്ചു എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ശ്രീനന്ദ് ശർമിൽ എന്ന വളരെ പ്രതിഭാശാലിയായിട്ടുള്ള കുട്ടിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. 1 കോടി രൂപയുടെ സമ്മാനമാണ് ഇന്ന് ആ കുട്ടിക്ക് ബ്രില്യൻ്റ് നൽകുന്നത് എന്നുള്ള കാര്യവും സന്തോഷപൂർവ്വം ഞാൻ ഈ സദസ്സിനെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിത വഴികളിൽ മുന്നോട്ട് പോകാൻ ഊർജം സമാഹരിച്ച വിദ്യാർത്ഥിനികളെ ഒരിക്കൽ കൂടി കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നാളത്തെ സമൂഹത്തിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭാവിയുടെ വിശാലാകാശങ്ങളിൽ ഏറ്റവും തിളക്കത്തോടെ മിന്നി നിൽക്കുന്ന നക്ഷത്രങ്ങളായിട്ടാണ് നിങ്ങളെല്ലാവരും മാറുക എന്ന പ്രതീക്ഷയും പ്രത്യാശയും ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ആകാശങ്ങളിലെ നക്ഷത്രങ്ങളായി തിളങ്ങുമ്പോഴും സമൂഹത്തിലെ ഏറ്റവും യാതനയും വേദനയും അനുഭവപ്പെടുന്ന അതിസാധാരണക്കാരായ മനുഷ്യർക്ക് അത്താണിയായി നിൽക്കാനുള്ള വിശാലമായ മാനവികത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും പരമപ്രധാനമായ കാര്യമാണ്. നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ പരിചയമുള്ള ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഈ റാങ്കൊക്കെ നേടി മുന്നോട്ട് വരുന്നത്. മെഡിക്കൽ രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തും ഗവേഷണ മേഖലയിൽ വളരെ പരിമിതമായ സാന്നിധ്യമാണ് ഇന്നും കേരളത്തിനുള്ളത്. അതുകൊണ്ട് ഏറ്റവും ദിഷണാശാലികളായ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ മെഡിക്കൽ രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തും ഗവേഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടി കുറേ പേരെങ്കിലും കടന്നു വരണമെന്ന് സവിനയം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നോളജ് ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ് ഇന്ന് നമ്മളെ ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യം. നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന സൈദ്ധാന്തികമായ അറിവുകളെ പ്രായോഗികമായി ഉപയോഗപ്പെടുത്താവുന്ന ഉൽപ്പന്നങ്ങളായും സർവീസുകളായും ഒക്കെ തന്നെ മാറ്റാൻ, പ്രോസസ്സുകളായും ഒക്കെ വികസിപ്പിക്കാൻ കഴിവുള്ള യുവ ഗവേഷകർ തീർച്ചയായും ഈ 2 മേഖലയിലും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഒക്കെ വികസിക്കുന്ന കാലത്ത് എൻജിനീയറിങ്ങിൻ്റെ മേഖലയിൽ ആ ദിശയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയണം. മെഡിക്കൽ രംഗത്തും ട്രാൻസ്ലേഷണൽ റിസർച്ചിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാലമാണിത്. ഇതിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 3 വർക്ക്ഷോപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലോക പ്രശസ്തരായിട്ടുള്ള മെഡിക്കൽ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമൂഹത്തിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് കൂടി കൊണ്ടുപോകും എന്ന പ്രതീക്ഷ ഞാൻ നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുകയാണ്. തങ്ങൾ എത്തിപ്പെടുന്ന മേഖലയിൽ കർമ്മനിരതരായി ഏറ്റവും മികച്ച സേവനം കാഴ്ചവെച്ച് പ്രവർത്തിക്കുമ്പോൾ ബഹുമാന്യനായ രാഷ്ട്രപിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏറ്റവും ദയനീയരായ മനുഷ്യരുടെ മുഖം ഓർമ്മയിൽ ഉണ്ടാകണം എന്ന് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹാശിസുകളും നിങ്ങൾക്കാകെ നേർന്നുകൊണ്ട് ബ്രില്യൻ്റ് എന്ന സ്ഥാപനത്തിന് ഇനിയും ഉത്തരോത്തരം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ദേവദർശൻ ആർ നായർ. തൃശൂർ സ്വദേശികളായ ഡോക്ടർ ദമ്പതികൾ രാജേഷ് എസിന്റെയും ദീപാകൃഷ്ണന്റെയും മകനാണ് ദേവദർശൻ ആർ നായർ. 2024 നീറ്റ് പരീക്ഷയിൽ 715 മാർക്കോടെ ദേശീയ തലത്തിൽ 49ാം റാങ്കാണ് ദേവദർശൻ കരസ്ഥമാക്കിയത്. ദേവദർശനെ 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും നൽകി ആദരിക്കുന്നു. സമ്മാനം സ്വീകരിക്കുന്നത് ദേവദർശൻ ആർ നായറാണ്. ഓൾ ഇന്ത്യ റാങ്ക് 49, 720-ൽ 715 മാർക്ക് കരസ്ഥമാക്കിയ ദേവദർശൻ ആർ നായർ. ദേവദർശനും രക്ഷിതാക്കളും വേദിയിലുണ്ട്.
ഈ മനോഹര നിമിഷത്തിൽ ദേവദർശന്റെ സഹോദരിയും ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ പൂർവ്വ വിദ്യാർത്ഥിനിയാണെന്ന് ഏറ്റവും സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. ഏറ്റവും മനോഹരമായ ഈ നിമിഷത്തിന് നല്ലൊരു കയ്യടി. ദേവദർശൻ ആർ നായർ 10 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കരസ്ഥമാക്കുന്നു. 720-715 മാർക്ക്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.